ജീവൻ പണയം വെച്ച് പോലീസിന്റെ രക്ഷാദൗത്യം. കാണാതായ 13-കാരിയെ തേടി ഒഡീഷയിലെ നക്സൽ ബാധിത മേഖലയിലൂടെ സഞ്ചരിച്ച് വിജയകരമായി ദൗത്യം പൂർത്തിയാക്കി കേരള പോലീസ്. 4000 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ച കുറുപ്പമ്പടി പോലീസ് 40 കിലോമീറ്റർ ഉൾവനത്തിലൂടെയും യാത്ര ചെയ്താണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. പെൺകുട്ടിയെ പിന്നീട് കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇക്കഴിഞ്ഞ 13 വൈകിട്ട് 6 മണിയോടെയായിരുന്നു ഒഡീഷ സ്വദേശികളായ ദമ്പതികൾ മകളെ കാണാനില്ലെന്ന പരാതിയുമായി കുറുപ്പമ്പടി പോലീസ് സ്റ്റേഷനിലെത്തിയത്. പരാതി ലഭിച്ച ഉടൻ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. കുട്ടി താമസിച്ചിരുന്ന മേദല മേഖലയിലും സമീപ പ്രദേശങ്ങളിലും വ്യാപകമായി പരിശോധന നടത്തിയെങ്കിലും സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല. സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സേലത്ത് ജോലി ചെയ്യുന്ന കേശവ് എന്നയാളെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സേലത്തെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒഡീഷ സ്വദേശിയായ യുവാവുമായി കുട്ടിക്ക് സൗഹൃദമുണ്ടായിരുന്നതായി പോലീസ് മനസ്സിലാക്കി. തുടർന്ന് കുറുപ്പമ്പടിയിൽ നിന്നുള്ള പോലീസ് സംഘം സേലത്തെത്തി അന്വേഷണം നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. കുട്ടിയുമായി സൗഹൃദത്തിലായിരുന്ന യുവാവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നതും അന്വേഷണത്തിന് വെല്ലുവിളിയായി. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി KS സുദർശന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഒഡീഷയിലേക്ക് യാത്ര തിരിച്ചു. ഒഡീഷയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടി അലോക് എന്ന യുവാവിനൊപ്പം നക്സൽ ബാധിത മേഖലയായ നബാഗൊച്ച ഗ്രാമത്തിലുണ്ടെന്ന നിർണായക വിവരം ലഭിച്ചത്. തുടർന്ന് അർദ്ധരാത്രിയിൽ ബെഞ്ചനഗർ SHO ഉൾപ്പെടെ ആയുധധാരികളായ 8 പോലീസ് ഉദ്യോഗസ്ഥരും കുറുപ്പമ്പടി പോലീസും വനമേഖലയിലൂടെ 40 കിലോമീറ്റർ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി. കാട്ടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 5 വീടുകളിൽ പെൺകുട്ടിയുള്ള വീട് തിരിച്ചറിഞ്ഞ പോലീസ് സംഘം വീടിന് ചുറ്റും വളയം തീർത്തു. ഇതിനിടെ സമീപ വാക്കുതർക്കത്തിനൊടുവിൽ പോലീസ് അലോകിനെയും പെൺകുട്ടിയെയും കണ്ടെത്തി ബെഞ്ചനഗർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. കുറുപ്പമ്പടി സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ KM അബി, സീനിയർ CPOമാരായ NP ബിന്ദു, അരുൺ K കരുണൻ, രജിത് രാം എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം 4000 കിലോമീറ്റർ സഞ്ചരിച്ചാണ് രക്ഷാദൗത്യം വിജയകരമായി പൂർത്തിയാക്കി കേരളത്തിലേക്ക് മടങ്ങിയത്. കൈരളി ന്യൂസ്, കൊച്ചി.